ഗുണങ്ങളിൽ ഏതെങ്കിലും വർദ്ധിച്ചിരിക്കുന്ന സമയത്ത് മരിച്ചു പോകുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഇപ്പം സാത്വിക ഗുണമുള്ള ഒരാൾ, ഇപ്പൊ നമ്മൾ ഒരു സന്യാസി പോലെ ജീവിക്കുന്ന ഒരാൾക്ക് നമുക്ക് പറയാം സാത്വിക ഗുണമുള്ള ഒരാളാണെന്ന് അറിയാം. ഇപ്പൊ നമുക്ക് ഉദാഹരണം പറയാം. കാരണം അദ്ദേഹത്തിന് ജ്ഞാനം ഉണ്ടാവും. ഈ ജ്ഞാനം ഉണ്ടാവുന്ന സമയത്ത് നമുക്ക് സന്തോഷം ഉണ്ടാവും. അപ്പൊ ഭഗവാൻ എങ്ങനെയാണ് ജ്ഞാനം ഉണ്ടാവുമ്പോൾ സന്തോഷം ഉണ്ടാവുന്നത്? അതായത് ആധ്യാത്മിക ജ്ഞാനം നേടിക്കഴിയുന്ന സമയത്ത് നമുക്ക് ഈ ഭൗതികതലമായിട്ടുള്ള വിഷയങ്ങളിൽ താല്പര്യം കുറയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് സ്വാഭാവികമായിട്ട് നമുക്കൊരു സന്തോഷം ഉണ്ടാവും. അപ്പൊ ഈ സാത്വിക ഗുണത്തിന്റെ അതായത് അത്യുന്നതങ്ങളിൽ ഇരിക്കുന്ന സമയത്ത് മരിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള ആത്മാവ് എവിടെയാണ് എത്തിച്ചേരുന്നത്? ഉപരിലോകങ്ങളിൽ എത്തിച്ചേരും. അതായത് അവർക്ക് പിന്നെ അവർ ഭൂമിയിലല്ല ജനിക്കുന്നത്, അവർ ഉപരിലോകങ്ങളിലായിരിക്കും, അതായത് ഉത്കൃഷ്ടമായ ലോകങ്ങളിലായിരിക്കും അവർ ജനിക്കുന്നത്. അപ്പോൾ സാത്വിക ഗുണമുള്ള ആളുകൾക്കും വീണ്ടും ജനിക്കേണ്ടി വരും. ഉപരിലോകങ്ങളിലാണെങ്കിൽ തന്നെയും വീണ്ടും അവർക്ക് ജനിക്കേണ്ടി വരും. അപ്പോൾ രജോ ഗുണമുള്ള ആളുകൾ, അതായത് രജോ ഗുണമുള്ള ആളുകൾ എപ്പോഴും അവർക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടായിരിക്കും. അങ്ങനെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് അവർ ജോലി ചെയ്തുകൊണ്ട്